നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അതിന്റെ പേരിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ടും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ സെപ്പറേഷൻ ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേയെല്ലാം അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ റിയാലിറ്റി തന്നെ എന്താണെന്നുള്ളത് അവർ ഹൈഡ് ചെയ്തുകൊണ്ട് അത്തരം സിറ്റുവേഷൻസിന് അനുകൂലമായി ഈ വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഈ വ്യക്തി വളരെ കുറച്ചാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. പക്ഷേ എങ്കിലും ഈ ഒരു സമയം ഈ വ്യക്തി ഇപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്നത് ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയതുപോലുള്ള ഫീലിങ്സ് അവർക്കുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അവര് വളരെ സാഹസികമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ട് അവർക്കൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളാകുന്ന ആ ഒരു വെളിച്ചത്തിലേക്ക്, നിങ്ങളുടെ പ്രണയത്തിലേക്ക് തിരികെ നടന്നു വരുന്നതായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡനായിട്ടൊരു ആക്ഷൻ എടുക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പാണിത്. പലരും അംഗീകരിക്കാത്ത തരത്തിലുള്ള കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ളതോ മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പോ ആയിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. ഓക്കെ. ആൻഡ് യെസ്, ഓരോ മൊമെന്റിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. യെസ്, അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം അവർ നേടിയെടുക്കും എന്നുള്ളത് അവരുടെ മനസ്സിൽ വളരെ ദൃഢമായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലും കാണുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അതായത് അവരുടെ ഇപ്പോ അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് നഷ്ടമായിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ചില സമയത്തെങ്കിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു. അവർക്ക് ആ ഒരു ഹാപ്പിനെസ് മറ്റൊരു തരത്തിലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടും നിങ്ങളെ നഷ്ടപ്പെടാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയാത്തത്. ഓക്കെ. മേ ബി ഈ വ്യക്തിക്ക് അതിനെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരെ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, അവർ മനഃപൂർവ്വമായിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അവരിപ്പോൾ വളരെ സൈലന്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ അവര് യാതൊരു വിധത്തിലുമുള്ള ആക്ഷൻ എടുക്കുന്നില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അവര് ഇത്രയും സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവര് അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വളരെയധികം നോർമലായിട്ട് വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. ഈ വ്യക്തിയായിട്ട് തന്നെ അതിനൊരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നത്. യെസ്, ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അതിലൊരു എൻഡ് ആണ് കാണുന്നത്. ഓക്കെ. അത് നിങ്ങൾ രണ്ടുപേരെയും വളരെ അഗാധമായ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ തുടരാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ എൻഡ് ആവുന്നത് എന്ന് കാണുന്നു. ഓക്കെ.
അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിയുടെ ഈ ഒരു സൈലൻസിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റ് ഒരു ടൈം ആവുമ്പോൾ ഈ വ്യക്തി തന്നെ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, അവർക്ക് ഒരു ഭയമുള്ളത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ്. ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ്. നിങ്ങളുടെ പ്രണയം ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ലവ് യു, ഐ കാൺട്ട് മൂവ് ഓൺ. ഓക്കെ, ഒരിക്കലും അവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. നിങ്ങളെ അവർ കാണാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, ആൻഡ് when I met you, my life completely changed. I don't wish to lose you. Okay, again and again. നിങ്ങളെക്കുറിച്ചുള്ള ആ നഷ്ടബോധമാണ് അവരുടെ മനസ്സിലുള്ളതെന്നാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. Am I not important for you? Can you give me a second chance? Okay, അവർക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. അവർക്ക് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകണമെന്നും നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, അവർക്ക് എന്തോ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാനുണ്ട്. ആൻഡ് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ എന്ന് അവർ വിശ്വസിക്കുകയാണ്. യു വെയർ റോങ്. ഓക്കെ, മേ ബി നിങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളോ തെറ്റായിരിക്കും എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. ഐ ഡിഡ്ന്റ് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിലായിരിക്കണം ഈ വ്യക്തി മനസ്സിലാക്കിയത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് ആണ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. യു ആർ മൈൻ, ഐ ലവ് യു. നിങ്ങൾ അവരുടേതാണ്, അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ ലഭിച്ചിട്ടുള്ളത്.